സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് റെഡ് ബുള്ളിനെ വിജയങ്ങളിലോട്ട് എത്തിച്ച ഒരു മനുഷ്യന്റെ കഥയാണ്. ഇത് മാക്സ് വെസ്റ്റാപ്പിനെ പറ്റിയല്ല, പക്ഷേ ഇദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്റ്റ്യൻ ഹോർണർ. 20 വർഷത്തോളം റെഡ് ബുള്ളിന്റെ ബോസ് ആയിരുന്നു അദ്ദേഹം. സെബാസ്റ്റ്യൻ വെറ്റലിനൊപ്പം മാക്സ് വെസ്റ്റാപ്പിനൊപ്പം നിരവധി ലോക കിരീടങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഫോർമുല 1 ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായിട്ട് റെഡ് ബുള്ളിനെ വളർത്തിയതും ഹോർണർ ആയിരുന്നു. പക്ഷേ വെറും കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് ഫോർമുല 1 ഏറ്റവും ശക്തരായ വ്യക്തികൾ ഒരാളായിരുന്നു അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താവുന്നത്. അവിടെയായിരുന്നു എല്ലാം അവസാനിച്ചെന്നും പലരും കരുതിയത്. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഫോർമുല 1 ലോകം ഇനി ഹോർണർ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികളിലൊന്നായ BYD അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫോർമുല 1 പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് BYDയും ഹോർണറും തമ്മിൽ ചർച്ച നടക്കുന്നത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഹോർണർ? കാരണം BYDക്ക് വേണ്ടത് ഒരു ഡ്രൈവറെ അല്ല, ഒരു വിജയിക്കുന്ന ടീം എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയുന്ന ഒരാളാണ് ഹോർണർ. അതുകൊണ്ട് തന്നെയാണ് BYDക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളതും. സോ റെഡ് ബുള്ളിൽ നിന്നുള്ള പുറത്താകൽ അദ്ദേഹത്തിന്റെ കഥയുടെ അവസാനമായിരുന്നു, അതോ ഒരു പുതിയ തുടക്കമാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പുതിയ തുടക്കമാണ്. ഒരു പുതിയ ചാമ്പ്യൻ ടീമിനെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. അതെ, ക്രിസ്റ്റ്യൻ ഹോർണറിന്റെ BYD. അതിനി എതിരടിക്കാൻ പോകുന്നത് മാക്സ് വെസ്റ്റാപ്പിന്റെ റെഡ് ബുള്ളുമായിട്ട്. മാക്സ് വെസ്റ്റാപ്പിന്റെ അതേ തന്ത്രങ്ങൾ തിരിച്ച് മാക്സ് വെസ്റ്റാപ്പിനോട് തന്നെ പയറ്റുക, അതായിരിക്കും ഇനി ക്രിസ്റ്റ്യൻ ഹോർണറിന്റെ ലക്ഷ്യം. സോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസും F1 അപ്ഡേറ്റുകളും പഴയ കഥകളും അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.